മാർച്ച് 20, 2026 തെഹ്റാനിൽ നിന്നും 4000 കിലോമീറ്റർ അകലെയുള്ള ഒരു ചെറുദ്വീപിനെ ലക്ഷ്യമാക്കി ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ കുതിച്ചുയരുന്നു. ഭൂപടത്തിൽ ഒരു കുഞ്ഞു പൊട്ടുപോലെ മാത്രം കാണുന്ന ഈ ദ്വീപിനെ ഇറാൻ എന്തിനു ലക്ഷ്യം വെച്ചു? ഇതിനു പിന്നിലെ തന്ത്രപ്രധാനമായ കാരണങ്ങൾ എന്തൊക്കെയാണ് പരിശോധിക്കാൻ നമുക്ക് വിശദമായി. ചാഗോസ് ദ്വീപ സമൂഹത്തിലെ വെറും 17 ചതുരശ്ര മൈൽ മാത്രമുള്ള ഇടമാണ് കേട്ടോ ഈ ഡീഗോ ഗാർഷ്യ എന്നത്. പക്ഷേ ഇതിനെ യുദ്ധവിദഗ്ധർ വിശേഷിപ്പിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിരമായി നങ്കൂരമിട്ട അമേരിക്കൻ വിമാനവാഹിനി കപ്പൽ എന്നാണ്. അമേരിക്കയെ സംബന്ധിച്ച് വളരെ തന്ത്രപ്രധാനമായ ഒന്നാണ് കേട്ടോ ഇത്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ 2 സമുദ്രപാതകളായ ചെങ്കടലിലെ ബാബുൽ മദബ് കടലിടുക്കിനും ദക്ഷിണ ചൈന കടലിനടുത്തുള്ള മലാക്ക കടലിടുക്കിനും ഏതാണ്ട് മധ്യത്തിലാണ് ഈ കുഞ്ഞൻ ദ്വീപ്. ഇവിടെ നിന്നും അമേരിക്കൻ ബോംബർ വിമാനങ്ങൾക്ക് ഏഷ്യയുടെയോ ആഫ്രിക്കയുടെയോ ഏത് കോണിലേക്കും നിമിഷ നേരം കൊണ്ട് പറന്നെത്താൻ സാധിക്കും. വിയറ്റ്നാം യുദ്ധത്തിനു ശേഷം അമേരിക്ക ഏറ്റവും കൂടുതൽ നിക്ഷേപം നടത്തിയ സൈനിക താവളം കൂടിയാണിത്. 12,000 അടി നീളമുള്ള പടുകൂറ്റൻ റൺവേകൾ ഇവിടെയുണ്ട്. ലോകത്തിലെ ഏറ്റവും മാരകമായ B-1, B-52 പിന്നെ ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള P-2 സ്റ്റെൽത്ത് ബോംബറുകൾ എന്നിവയാണ് കേട്ടോ ഇവിടെ തമ്പടിച്ചിരിക്കുന്നത്. കൂടാതെ സമുദ്രത്തിനടിയിൽ ആണവ അന്തർവാഹിനികളും മുകളിൽ SM-3 മിസൈൽ പ്രതിരോധ സംവിധാനമുള്ള യുദ്ധക്കപ്പലുകളും ഈ ദ്വീപിനു ചുറ്റും കാവലായുണ്ട്. ചുരുക്കത്തിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അമേരിക്കയുടെ ഉരുക്കു കോട്ടയാണിത്. അവിടേക്കാണ് കേട്ടോ ഇറാന്റെ 2 ബാലിസ്റ്റിക് മിസൈലുകൾ പറന്നിറങ്ങാൻ ശ്രമിച്ചത്. ഇറാന്റെ ഈ ആക്രമണം അമേരിക്കയ്ക്ക് വലിയൊരു ഷോക്കായിരുന്നു എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അമേരിക്കയെ സംബന്ധിച്ച് ഇറാൻ ഡീഗോ ഗാർഷ്യയെ തകർത്തോ എന്നതല്ല കേട്ടോ പ്രശ്നം. ഇറാൻ ഒരിക്കലും ലക്ഷ്യം വെക്കില്ലെന്ന് അമേരിക്ക കരുതിയതിനെ ലക്ഷ്യം വെച്ചതിനാലാണ്. അമേരിക്ക ഉറപ്പായും ഞെട്ടിയിരിക്കുകയാണ് ഇറാന്റെ ഈ ദീർഘദൂര മിസൈൽ ശേഷി കണ്ട്. സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസിന്റെ റിപ്പോർട്ട് പ്രകാരം ഏകദേശം $80 കോടി നാശനഷ്ടമാണ് അമേരിക്കയുടെ ഗൾഫ് താവളങ്ങളിൽ ഇപ്പോൾ ഇറാൻ വരുത്തി വെച്ചിരിക്കുന്നത്. കൂട്ടത്തിൽ ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായത് എവിടെയാണെന്ന് അറിയണ്ടേ? അത് താടന്ന പ്രതിരോധ മിസൈൽ സംവിധാനവുമായി ബന്ധപ്പെട്ടതാണ്. ഏകദേശം $485 മില്യൺ വിലമതിക്കുന്ന റഡാർ സിസ്റ്റമാണ് ഇറാൻ മിസൈലുകൾ തകർത്ത് തരിപ്പണമാക്കിയത്. ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കാൻ അമേരിക്ക ഉപയോഗിക്കുന്ന പ്രധാന കണ്ണുകൂടിയാണ് കേട്ടോ ഇത്. ആ കണ്ണിനെയാണ് ഇപ്പോൾ ഇറാൻ അടിച്ചു തകർത്തിരിക്കുന്നത്. ഈ ഏറ്റുമുട്ടലിൽ ഇതിനകം 13 അമേരിക്കൻ സൈനികർക്കാണ് ജീവനും നഷ്ടമായത്.